തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് പഴയ യൂത്ത് കോൺഗ്രസ്, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് എത്രയേ ഉള്ളൂ. 2021 തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചതാണ്. GR അനിലിനോട് പരാജയപ്പെടുകയും ചെയ്തു. അവിടെ മത്സരിക്കുന്ന സമയത്തിന് പോസ്റ്റർ ഒട്ടിക്കാനോ ഫ്ലക്സ് അടിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒന്നിനും കാശില്ലാതെ വളരെ ഗതികേടിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു PS പ്രശാന്ത് എന്ന് പറയുന്നതാണ് അവർ പറയുന്നത്, അവരുടെ ആരോപണത്തിൽ പറയുന്നത്. മാത്രമല്ല, ഈ ഏണിക്കര എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഏകദേശം 10,000-നോ 8,000-നോ ഒക്കെ രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ, അതായത് 2021 പരാജയപ്പെടുന്നു. അതിനുശേഷം മറ്റൊരു തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒപ്പം ചേർന്ന് നിന്ന് സീറ്റൊക്കെ ലഭിച്ച് അങ്ങനെ വന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്ന് മനമാറ്റം ഉണ്ടാകുന്നു. അദ്ദേഹം അടക്കമുണ്ടായിരുന്ന എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും അദ്ദേഹം ലെഫ്റ്റ് ആവുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് CPMൻ്റെ പാതയിലേക്ക് എത്തപ്പെടുന്നു. പറയുമ്പോൾ GR അനിൽ മത്സരിച്ച് വിജയിച്ച ആ ഇടത്ത് GR അനിലിനോട് തന്നെ പറയുന്നുണ്ട്, എന്നെ ഇവിടെ തോൽപ്പിച്ചത് പാലോട് രവിയാണ് എന്നൊരു നരേറ്റീവ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് പുറത്തുചാടുന്നത്. ഇതിന് ശേഷം എത്തുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. CPMലേക്ക് എത്തുന്നു, കർഷക സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആവുന്നു. ഒപ്പം തന്നെ 2023 നവംബർ മാസം 13 ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. ഇതുവരെയും അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുകയും ഈ പറയുന്ന പോലെ ദാരിദ്ര്യം അനുഭവിച്ചു പോവുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് 2023 മുതൽ നമുക്കറിയാമല്ലോ, 2025 നവംബർ ആകാൻ പോകുന്നു. ഈ നവംബർ മാസം വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. പക്ഷേ ഇതിനു മുമ്പ് 2023 മുതൽ 25-നകത്ത് 1.25 വർഷത്തിനകത്ത് കോടികളുടെ സമ്പാദനം ഉണ്ടാകുന്നു. 10 സെൻറ്റ് ഭൂമി വാങ്ങുന്നു. ആ ഭൂമിയിൽ വലിയൊരു വീട് വെക്കുന്നു. അതിനകത്ത് പാല് കാച്ചി നടത്തുന്നു. കൂടാതെ മറ്റിടങ്ങളിൽ തറട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, കരോളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ 5-6 സെൻറ്റുകൾ വീതം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഈ യൂത്ത് കോൺഗ്രസ്സിലെ അവരോടൊപ്പം ഉണ്ടായിരുന്ന പലരും പറയുന്നത് എന്നുള്ളത്. ഇത് ആരോപണമാണ്. അല്ല, ആരോപണമല്ലല്ലോ, ഇത് നമുക്ക് മൂർത്തമായിട്ടൊരു സാഹചര്യമല്ലേ. ഇത് പരിശോധിച്ചാൽ അറിയാവും. തിരുവനന്തപുരത്തുകാർക്ക് ഈസിയായിട്ട് അറിയാവുന്ന കാര്യവുമാണല്ലോ. ഇതിൻ്റെ പാലുകാച്ചിന് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെ അതെ, അങ്ങനെ ഒരു ആരോപണം. ആ നെക്സസ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഒരു ചടങ്ങിൽ മറ്റാരും വന്നിട്ടില്ല. ഇതാരും അറിഞ്ഞിട്ടില്ല. കൂടുതലായി ആലോചിക്കണം. അവിടുത്തെ ഒരു സ്റ്റാഫ് പോലും അല്ലാത്ത, ദേവസ്വം ബോർഡിലെ ഒരു സ്റ്റാഫ് പോലും അല്ലാത്ത ഔട്ട്സൈഡറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം എങ്ങനെ അവിടെ വന്നു? വരാനുള്ള ബന്ധം എന്താണ്? അത് വളരെ ആലോചിക്കേണ്ട ഒരു കാര്യം. പോയിട്ട് ഇതുപോലെ ഒരു എന്താ പറയുന്ന ഒരു ഫ്ലക്സ് ബോർഡ് പോലും ഉണ്ടാക്കാൻ പണമില്ലാത്ത ആൾ പെട്ടെന്ന് 1.5 വർഷത്തിനുള്ളിൽ ഈ അവിഹിത സ്വത്ത് സമ്പാദനത്തോടെ ഇത്രയും കൂട്ടി. നന്നായി വരട്ടെ, വീടൊക്കെ വയ്ക്കട്ടെ, പാവം, നന്നായി വരട്ടെ. പക്ഷേ ഇത് അവിഹിത സമ്പാദനമാണെങ്കിൽ അവിടെ പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, ആ പണം വന്നിരിക്കുന്നത് മറ്റേതോ പാവങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് നീക്കി വെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ ആ പാവങ്ങളുടെ നില ഇതിലും പരിതാപകരമായിട്ട് മാറുകയാണ്. അതെ, അവിടെയാണ് നമ്മുടെ കൂടുതൽ ദാരിദ്ര്യമായിട്ട് മാറിക്കൊണ്ടേ ഇന്ത്യയിലിരുന്നത്. അതുപോലൊരു അവസ്ഥ സൃഷ്ടിക്കുന്നതാണ് ഇതുപോലെയുള്ള അവിഹിത സ്വത്ത് സമ്പാദനം, വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം. അവിടെയാണ് എൻ്റെ ഒബ്ജക്ഷൻ. ഇദ്ദേഹം നന്നാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇപ്പോൾ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. മോദിയുടെ നേതൃത്വത്തിൽ പണമെന്ന് പറയുന്നത് ഏതാണോ ഗുണഭോക്താവ് അവരുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അവിടെ കുഴപ്പമില്ല. പക്ഷേ ഇത്തരം വെട്ടിപ്പുകൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട്. നോക്കൂ, ഞാനിപ്പോൾ ദേവസ്വം മന്ത്രിയുടെ തന്നെ കാര്യം എടുക്കാം. ഗോപന് നല്ലപോലെ അറിയാവുന്നതല്ലേ. കൈനറ്റിക് ഹോണ്ടയെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ആളല്ലേ അന്നത്തെ. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അല്ല. 2019 ദേവസ്വം മന്ത്രി സഞ്ചരിച്ചിരുന്നത് കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറിലാണ് അല്ലേ? പേരൂർക്കടയൊക്കെ പലവട്ടം കണ്ടിരിക്കുമല്ലോ ഗോപൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? എത്ര വീടുകളുണ്ട് തിരുവനന്തപുരത്ത്? അന്വേഷിച്ചിട്ടുണ്ടോ ഗോപൻ അറിയാമായിരിക്കുമല്ലോ. എത്ര കാറുകളുണ്ട്? ഈ വരുമാനമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയതിൻ്റെ സോഴ്സ് എന്താണ്? പെട്ടെന്ന് ഇത്രയും പണക്കാരനാവാൻ രാഷ്ട്രീയമാണോ വ്യവസായം, അതോ വ്യവസായമാണോ രാഷ്ട്രീയം? ഈസ് പോളിറ്റിക്സ് എ ലുക്രേറ്റീവ് ഇൻഡസ്ട്രി? ജനങ്ങളുടേതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയുടേതാണ് ഇവിടുത്തെ ഭരണഘടനയും ഭരണവും. അവർക്ക് വേണ്ടിയാണ് ഭരണം, അല്ല നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം ഞാൻ പറയുന്നത്, ഇതുപോലെ പത്മകുമാർ, അതുപോലെ തന്നെ N. വാസു, ഇവരൊന്നും ഈ സംശയത്തിന് മുകളിലല്ല. അതിൽ അഗ്നിശുദ്ധി വരുത്തണം. സംശയം പ്രബലമാണ്. ഈ അഴിമതിക്ക് കൂട്ടുനിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വളർത്തിയത് ഇവരൊക്കെ കൂടി ചേർന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കണം. അതുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ധനപരമായിട്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇത് അന്വേഷണ വിധേയമാക്കണം. അല്ല, ഈ അന്വേഷണം എന്ന് പറയുന്നത് ചുമ്മാ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തെങ്കിലും ചെയ്തോ, നാഗേഷിന് വിറ്റോ, കൽപേഷിന് വിറ്റോ, ഇതല്ല പ്രശ്നം. അതെ, സമ്പാദിച്ച തന്നല്ല ആയിരുന്നു വന്നോട്ടെ. ദേവസ്വം ബോർഡ് തുടങ്ങിയ കാലം മുതലുള്ള വരട്ടെ. വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, സത്യമാണത്.
ഇവിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നുണ്ട് ഇതുപോലെ തീവട്ടിക്കൊള്ള. എല്ലാം സമഗ്രമായിട്ട് അന്വേഷിക്കണം. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിന് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അത് അപഹരിക്കാൻ രാഷ്ട്രീയക്കാർക്ക് ഒരു അവകാശവുമില്ല. നോക്കൂ ഗോപ, ഒരു അപകടം ഇരിപ്പുണ്ട് ശബരിമലയിൽ. എന്താ അറിയും, ഈ ഭക്തർ വന്നിട്ട് എന്തെല്ലാം സ്വർണം, ചെയിന്. ഒരാൾ വന്നിട്ട് ഒരു തവണ സമർപ്പിച്ചത് ബ്രായാണ്. അയ്യപ്പനെ നിന്ദിക്കാനാണെന്ന് പറഞ്ഞ് അയാളെ ചോദ്യം ചെയ്ത് വിളിച്ചു. അങ്ങനെ ഒരു അന്വേഷണം നടന്നു. ഇവിടെയാണോ ഗുരുവായൂരാണോ, എവിടെയും ആട്ടെ, അതെല്ലാം രണ്ടും ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണല്ലോ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത്, ഞാൻ ഈ നടത്തുന്ന ഇൻഡസ്ട്രി ഇതാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ സാധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ഉൽപ്പാദിപ്പിച്ച് ഞാൻ കുറേ നാൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചു, ഒരു ഗുണവും ഉണ്ടായില്ല, ഞാൻ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിവർത്തിയില്ലാത്ത സങ്കടവുമായിട്ട് ഞാൻ ചെന്ന് സങ്കടമോചനൻ്റെ അടുത്ത് ചെന്നു. ശബരിമല അയ്യപ്പനാവാം, ഗുരുവായൂരപ്പനാവാം, ഓവർട്ടീസ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഈ ഇൻഡസ്ട്രി ഉത്തരോത്തരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടേൺ ഓവർ കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ ഒരു സന്തോഷം തന്നെ ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് സമർപ്പിച്ചത്, അല്ലാതെ അയ്യപ്പനെ അവഹേളിക്കാൻ കൊടുത്തതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ എന്തായാലും അതിശരം വിജയ് മല്യ കൊണ്ടെന്ന് അയാളുടെ കുപ്പി കൊണ്ട കൊടുക്കാഞ്ഞത് ഭാഗ്യമായി. ഇത് കൊടുത്തിട്ടില്ല, സ്വർണ്ണമാണ് കൊടുത്തത്. അങ്ങനെ സ്വർണം പോലുള്ള ധാരാളം സാധനങ്ങൾ അവിടെ വന്ന് വീഴുന്നുണ്ട്. ഇതിന് രേഖകളില്ല, രസീത് കൊടുക്കാറുണ്ടോ? ഇതൊക്കെ അടിച്ചോണ്ട് പോയി ആരറിയില്ല. ഈ വജ്രം അടക്കമുള്ളത് കൊടുക്കില്ലേക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ഞാനെന്നും പറഞ്ഞ് അടിച്ചോണ്ട് പോയ എന്ത് ഇത്ര അടിച്ചോണ്ട് പോയിട്ടില്ല. അതൊരു സോഴ്സല്ലേ. ഇനിയും ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ദേവസ്വം അതിൻ്റെ കലവറയുണ്ട്. കലവറയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ 100 കിലോ പഞ്ചസാര വേണം എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറയാം പരിപാടി. ഇത് അവിടുത്തെ ഒരു വിജിലൻസ് ഓഫീസർ പറഞ്ഞതാണ്, പണ്ടത്തെ വിജിലൻസ് കമ്മീഷണർ പറഞ്ഞാൽ പണ്ടിരുന്ന ആൾ. അയാളെ പുറത്താക്കി. അയാൾ കള്ളം കണ്ടുപിടിക്കുന്നതുകൊണ്ട് ആ കമ്മീഷണർ 100 കിലോ എന്ന് പറയുന്നതിന് അവരെന്തോ പോകും, 1000 കിലോ എടുത്തോണ്ടെന്ന് പോകും. എന്നിട്ട് ഈ 100 കിലോ പോലും ഉപയോഗിക്കത്തില്ല, 50 കിലോ ഇതിൽ ഉപയോഗിച്ചിട്ട്, അതാണ് കഷ്ടം ഗോപ, 950 കിലോ ആ സാധനം അവർ സ്റ്റോക്കായിട്ട് അവിടെ പോകും. അന്ന് വിൽക്കത്തില്ല, അതിൻ്റെ പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് വിറ്റ് അതിൻ്റെ പൈസയും കൊണ്ട് പോകും. ഇത് മാത്രം. ശർക്കരയുടെ കാര്യത്തിൽ കദളിപ്പഴത്തിന് എന്തോ പരിപാടി എന്നറിയാമോ? കദളിപ്പഴം കൊടുക്കുകയില്ല. കദളിപ്പഴം ഇവർ കൊണ്ടുപോയി വിറ്റിട്ട് രസകദളിപ്പഴം എടുത്ത് കൊടുക്കും. ക്വാളിറ്റിക്ക് എന്ത് വ്യത്യാസം അല്ല. ഇത് നടക്കുന്നത് റെയിൽവേയിൽ ഇത് നടന്നിരുന്നു ലാലു പ്രസാദിൻ്റെ ഒക്കെ കാലത്ത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കുടുംബത്തോടെ ജയിലിൽ പോയിരിക്കുന്നത്. IRTC എന്ന് പറയുന്ന സ്ഥാപനം മക്കളുടെ ബെനിഫിറ്റിനായിട്ട് ഉപയോഗിച്ചു. അതാണ് ഇപ്പോൾ കേസ് രചിപ്പിച്ചു. അവിടെ അല്ലാതെയും നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന 10 രൂപയുടെ കാപ്പി ഉണ്ടല്ലോ, സമൃദ്ധമായ പാല് മേടിച്ച് സമൃദ്ധമായ പഞ്ചാരയിട്ട് നല്ല കാപ്പിപ്പൊടി ഇട്ട് തരേണ്ടതാണ്. റെയിൽവേ കൊമേഴ്ഷ്യൽ സൂപ്രണ്ട് വരെയുള്ള ആൾക്കാർ ഇതിനകത്ത് വിഹിതം പറ്റിക്കൊണ്ട് കാപ്പിയുടെ ക്വാളിറ്റി വെറും ചൂടുവെള്ളമായിട്ട് മാറുക നമ്മുടെ അടുത്ത് വരുമ്പോൾ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കർശനമായിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് വന്നപ്പോൾ. എന്ന് പറയുന്നത് പോലെ ഇവിടെ വെട്ടിപ്പ് നടക്കുന്നുണ്ട് ഏത് കാര്യത്തിലും. അയ്യപ്പന് കൊടുക്കുന്നതെല്ലാം ദേവസ്വം ബോർഡ് അംഗങ്ങളും ഇതുപോലുള്ള ദല്ലാൾമാരുമാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് നല്ലൊരു അവസരമാണ് ഇത് നിർത്തിക്കാൻ എന്നേക്കുമായിട്ട്. വെള്ളാപ്പള്ളിയുടെ ഒരു സജഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഈ ദേവസ്വം ബോർഡുകളും മുഴുവൻ പിരിച്ചുവിട്ടിട്ട് ഇത് ഒരു IAS കഴിവുറ്റ സത്യസന്ധനാണെന്ന് ട്രാക്ക് റെക്കോർഡുള്ള, അല്ലെങ്കിൽ അവിടെയും കക്കും. IASകാരും മോശമൊന്നുമല്ല, ഒരാളിനെ ഭക്തനുമായ ഒരാളിനെ അതിൻ്റെ തലപ്പത്തിരുത്തിക്കൊണ്ട് ഇത് നടത്തണം. ഈ CR രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മുൻ IPS ഓഫീസറാണിത് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. അയാളെ പുറത്താക്കി അവിടുന്ന്. അതെ നോക്കിക്കണം. അപ്പം കഴിവല്ല അവിടെ നോക്കുന്നത്, കക്കാനുള്ള കഴിവാണ് അവിടെ നോക്കുന്നത്. ഇതിന് മൊത്തം നമ്മളൊരു ശുദ്ധി കലശം നടത്തണം. അതായത് എന്താ അറിയാം, ഒരു നല്ല കള്ളനെ ഇതിനകത്തേക്ക് ഉപയോഗിക്കും. ആ കള്ളനത് കട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ളവർക്ക് ഇത് സപ്ലൈ ചെയ്യും. ഇതിൻ്റെ അംശം എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയുള്ളൊരു കള്ളനാണ് അവിടെ ആവശ്യം. അതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ പ്രശാന്തിൻ്റെ കാര്യം പറയാൻ വന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് SK അഭിജിത്തും അതുപോലെ തന്നെ കരവളം അവിടെയുള്ള വേറൊരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുള്ള ഗോകുലും ഒക്കെ ഇത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ പ്രശാന്തിന് ഇത്രത്തോളം ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെന്നും ആ അവസ്ഥയിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇത് നമുക്ക് ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടി വരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കെങ്കിലും സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള പണസമ്പാദന ഉണ്ടാകുമല്ലോ. അതിന്റെ പിന്നാമ്പുറത്തും ആയിരിക്കുമല്ലോ. എന്തായാലും താങ്കൾ പറഞ്ഞാലും ഒരാൾ വീട് വെക്കുന്നത് നമ്മുടെ ഒരു വിഷയമേ അല്ല, ഒരു പ്രശ്നമല്ല. അധ്വാനിച്ച് സമ്പാദിച്ച് വീട് വെക്കുന്നത് നല്ലത് തന്നെയാണ്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അതിനകത്ത് അനധികൃതമായിട്ടുള്ള സ്വന്തം സമ്പാദനമുണ്ടോ, അനധികൃതമായിട്ടാണോ അത് സമ്പാദിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വാസു കമ്മീഷണറായിരുന്നപ്പോൾ സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പുപാളി എന്നാക്കിയത് അദ്ദേഹമാണ്. അതിന് തൊട്ട് മുമ്പ് പത്മകുമാർ ഉണ്ടായിരുന്നു. ആ പത്മകുമാറും ഒരു മിനിറ്റ്, വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് പത്മകുമാർ നല്ല തരത്തിൽ മോഷണം നടത്തുന്ന ഒരാളാണെന്ന്. ഞാൻ പറഞ്ഞാലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. അതാണ് അദ്ദേഹം. ഇവരെല്ലാം ഒളിച്ചു കളിക്കുകയാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഒളിച്ചു കളിക്കുന്നതിൻ്റെ പ്രധാന ഞാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം
ഇവർ കള്ളന് കാവൽ നിന്നവരാണ്. ഇവർ കള്ളന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല, കള്ളന് കഞ്ഞി വെച്ച് കൊടുത്തവരാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കും. അതായത് ഈ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ഇവരെല്ലാവരും കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അല്ലേ? അതെ. അതായത് ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ PS പ്രശാന്ത് എന്ന് പറയുന്നത് സ്വത്ത് സമ്പാദിക്കുകയോ ചെയ്തിട്ട്, പക്ഷേ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കോൺഗ്രസ്സുകാരുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ ആ പരിസരവാസികളാണ്, അല്ലെങ്കിൽ ഈ ഇദ്ദേഹം താമസിക്കുന്ന PS പ്രശാന്ത് താമസിച്ചിരുന്ന സ്ഥലത്തെ ആൾക്കാരാണ് ഈ പറയുന്നത്. അവർക്കറിയാവുന്ന പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രശാന്തല്ല. 2021 മത്സരിക്കുമ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ആളായിരുന്നു പ്രശാന്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, 10 സെൻറ്റിനകത്ത് വലിയ വീടൊക്കെ വയ്ക്കുന്നു. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞാൽ ആരും അതിനകത്ത് അറിയുന്നില്ല. ഇങ്ങനൊരു വീട് പാല് കാച്ചൽ നടക്കുന്നു. അത് ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് വെച്ച ഒരു വീടിൻ്റെ പാല് കാച്ചലിന് അങ്ങനെ ഒന്നുകിൽ CPM-ൻ്റെ എങ്കിലും ജില്ലാ നേതൃത്വത്തിലെങ്കിലും ഉള്ളവരെങ്കിലും ഒക്കെ പങ്കെടുക്കേണ്ടതാണ്. ഇനി മന്ത്രിമാരൊന്നും പങ്കെടുത്തില്ലെങ്കിൽ കൂടി. പക്ഷേ അങ്ങനെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആരും പങ്കെടുക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് PS പ്രശാന്തിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാലോ, 2019 ഈ പത്മകുമാറിന് വീണ്ടും ഒരു 2 വർഷം കൂടെ കൊടുക്കുമായിരുന്നു. പക്ഷേ ആ സമയത്തിനാണ് ഈ നമ്മുടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടെന്ന വിഷയത്തിൽ ഇദ്ദേഹം സർക്കാരിനെതിരായിട്ടുള്ള 2-3 ഡയലോഗുകൾ പറഞ്ഞത്. അതോടുകൂടിയാണ് അത് കൊടുക്കാതെ പോയത്. ഇപ്പോൾ ആ PS പ്രശാന്തിനും 2025 നവംബർ ആകുമ്പോഴത്തേനും കാലാവധി പൂർത്തിയാവുകയാണ്. ഈ പൂർത്തിയാവുന്നതോടുകൂടി വീണ്ടും ഒരു വട്ടം കൂടി കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ സ്വർണ്ണപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടെ ചേർന്നിട്ടുള്ള ഒരു പണിയിൽ ചിലപ്പോൾ ഇത് തെറിച്ചു പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? എന്ത് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട്? തെറിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അത്ര ശക്തമാണ് പിണറായി വിജയൻ്റെ ക്ലൗട്ട്. നമ്മൾ കാണുന്നതല്ലേ, SNC ലാവലിൻ കേസ്, മാസപ്പടി കേസ്, സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കടത്ത് കേസ്, ഇതെല്ലാം അത്ഭുതകരമായിട്ടുള്ള മെയ് വഴക്കത്തോടു കൂടി രക്ഷപ്പെടുന്ന ആളാണ്. അപ്പോൾ അവിടം വരെ എത്തില്ല. പിന്നെ ഗോവിന്ദൻ പറഞ്ഞത് ശരിയാണ്, സൂര്യനാണ്. അതിനു മുമ്പ് തന്നെ കരിഞ്ഞു പോവും, ചിറകറ്റ് പോവും. ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനപ്പുറം ഇതിനെ മറികടക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് സാക്ഷാൽ സ്വാമി അയ്യപ്പൻ തന്നെ തീരുമാനിക്കട്ടെ. അതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.